അതെ, ആൾക്കാരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ പഠിക്കണം. അങ്ങനെ അല്ലാത്തതിൻ്റെ കുഴപ്പമായി കാണുന്നേ. അനുഭവിച്ചു. നമ്മുടെ ഡെയിലി ലൈഫിൽ പല ആൾക്കാരോടും പറയാറുള്ള ഒരു ഡയലോഗാണിത്. നമ്മളും ജീവിതത്തിൽ എത്രയോ പേരിൽ നിന്നും ഈ ഡയലോഗ് കേട്ടിരിക്കുന്നു അല്ലേ? എത്രയോ അബദ്ധങ്ങൾ നമുക്ക് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ പറ്റിയിരിക്കുന്നു അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നോ എന്ന വാക്ക് നമ്മൾ നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോടും ഒക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റാത്തത്? അതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി എന്ന് പറയത്തില്ലേ? അതായത് ഞാൻ ഒരാളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും അവരുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടാലോ, ഞാനങ്ങ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാലോ, എനിക്ക് സർവൈവൽ ഒട്ടും സാധ്യമല്ല. ഞാൻ ആകെപ്പാടെ കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുകയാണ്, എത്രയെങ്കിലും ആട്ടെ, എന്തെങ്കിലും ഒരു പറയട്ടെ, എത്ര സഹിക്കേണ്ട വന്നാലും സാരമില്ല, എനിക്ക് ജീവിതത്തിൽ ആരെങ്കിലും വേണ്ട എനിക്കൊരു കൂട്ടായിട്ട്, ഞാനപ്പോൾ അത് സഹിച്ച് നിൽക്കാൻ നമ്മൾ വിചാരിക്കുന്ന അവസ്ഥ. ഇതെങ്ങനെയാണ് നമുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മുടെ പേരൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേരൻറ്റിങ് സ്റ്റൈല് ഉണ്ടായിരുന്നവരായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഏതിലെങ്കിലും നമ്മൾ ഫെയിലായി പോയാൽ നമ്മളെ അവർ റിജക്റ്റ് ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ അവരുടെ സ്നേഹം നഷ്ടപ്പെടും എന്ന് പേടിച്ച് എല്ലാത്തിനും യെസ് പറയുകയും ചെറുപ്പകാലം തൊട്ടേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ പോലെ ഇരിക്കാൻ നോക്കുകയും ചെയ്തൊരവസ്ഥ നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു കാരണം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് റിജക്ഷൻസ്, ഒരുപാട് ട്രോമകൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. പലപ്പോഴും ജീവിതത്തിൽ ചെറുപ്പകാലം തൊട്ടേ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം വന്നു ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടും, എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനെ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ നോ പറയുന്ന പരിപാടി വളരെ വർഷങ്ങളായിട്ടങ്ങ് നിർത്തിവെച്ചു. എന്നിട്ട് എല്ലാത്തിനും യെസ് പറയുകയാണ്. പക്ഷേ അതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നു. ഞാൻ അറിയ പോലും ചെയ്യാത്ത കാര്യത്തിന് ചിലപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ എനിക്കതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയല്ലാതെ അതിൻ്റെ വിഷമം സഹിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് അവരോട് എനിക്കിത് പറ്റുന്നില്ല, പ്ലീസ് ഇത് വേണ്ട, നിർത്ത് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റാതെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ പീപ്പിൾ പ്ലീസിങ്ങിനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റിലേഷൻഷിപ്സിലൊന്നും പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഹസ്ബൻഡിനെ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നത് എനിക്ക് നല്ല രസമാണ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോവുകയാണ്. ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല എന്നെ കേൾക്കുന്ന എൻ്റെ ഹസ്ബൻഡ് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിനും സഹിക്കാൻ വയ്യാതെ ഭയങ്കര ബുദ്ധിമുട്ടും ടെൻഷനും വിഷമവും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും, ആൾ പതുക്കെ എന്നെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ മൈൻഡ് ചെയ്യാതിരിക്കാൻ തുടങ്ങി. പഴയതുപോലെ എന്നോട് വലിയ തമാശകളൊക്കെ പറയാതിരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചായപ്പോഴത്തേനും ഞാൻ ചോദിച്ചു, പതുക്കെ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവുന്നില്ല, ഞാൻ ചില കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. ഇതൊക്കെ വെറും കഥകൾ മാത്രം കേട്ടോ, ഒരു ഉദാഹരണമായിട്ട് മാത്രം പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, മറ്റൊരാൾ നമ്മളെ ഇഗ്നോർ ചെയ്യാനും കുറച്ച് ബൗണ്ടറി സെറ്റ് ചെയ്യാനും തുടങ്ങുന്നു. ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, പിന്നെ നമ്മളങ്ങ് ഒറ്റപ്പെട്ടു പോവുകയാണ്, നമ്മൾ ആരും ഇല്ലാത്തവരായി പോവുകയാണെന്നുള്ളതാണ്. പക്ഷേ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാനായിട്ട് ശരിക്കും ഈ ഹെൽത്തി ബൗണ്ടറീസ് വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് ഒരുപാട് പഠനങ്ങളും കാണിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ നോ പറയുന്നത് കൊണ്ട് നമുക്ക് എല്ലാവരും നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാരണം നമ്മൾ വളരെ ദേഷ്യപ്പെട്ട് അവരെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞ് ഇനി ഒരിക്കലും അവരോട് മിണ്ടുന്നില്ല എന്നുള്ള രീതിയിലല്ല നമ്മൾ ഈ നോ പറയുന്നതും നമ്മുടെ ഇഷ്ടക്കേടുകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതും. നമ്മൾ വളരെ സമാധാനമായിട്ട് അല്ലെങ്കിൽ ഉള്ള കാര്യം നമ്മൾ ഉള്ളതുപോലെ പറയുകയാണ്. അത് ഭയങ്കര ആങ്കർ കാണിച്ചുകൊണ്ടല്ല, എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് നമ്മൾ പറയുകയും ആ രീതിയിലേക്ക് അവർ പെരുമാറുമ്പോൾ അവർ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ എത്രയോ ഫ്രണ്ട്സിനോട് നമ്മൾ കുറേ തമാശകൾ പറഞ്ഞു പോയി അവസാനം ഒരു ലെവൽ എത്തിയപ്പോൾ അവർക്ക് ആ തമാശകൾ ഇഷ്ടപ്പെടാതായി പോയിട്ടില്ലേ? നമ്മളോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടുണ്ടാവാം, പക്ഷേ വല്ലാത്ത രീതി ദേഷ്യപ്പെടണമെന്നില്ല, അവരുടെ ഒരു അതൃപ്തി നമ്മളോട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ പതുക്കെ ഒതുങ്ങി, വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം, അത് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്സിൽ എത്രയോ തവണ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട്സൊക്കെ നമുക്ക് ഇപ്പോഴങ്ങ് നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും അല്ലല്ലോ ചെയ്തത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ആ റിലേഷൻഷിപ്പിലുള്ള രണ്ട് പേർക്കും ഒരു സമാധാനമായിട്ടിരിക്കാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടണം. രണ്ടുപേരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഒരു പ്രഷർ കുക്കറിൽ പെട്ട അവസ്ഥയിൽ ഭയങ്കര പ്രഷറും ഒന്ന് ശ്വാസം വിടാൻ പോലുമുള്ള ഒരു അവസ്ഥ ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വളരെ മോശം അവസ്ഥയിലേക്ക് പോകും. ചിലപ്പോൾ അവർ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടോ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പായിട്ട് ചുമ്മാ ഒരു പേരിന് മാത്രം അത് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട്.
പക്ഷേ അങ്ങനെയല്ല, നമുക്ക് രണ്ട് കൂട്ടർക്കും സമാധാനം കിട്ടുന്ന, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചില ചേഞ്ചസ് വരുത്തുമ്പോഴാണല്ലോ ആ ഒരു റിലേഷൻഷിപ്പ് മീനിങ് ഫുൾ ആയി തീരുന്നത്. അപ്പോൾ ആ ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഫ്രണ്ട്ഷിപ്സിനെയും നമ്മുടെ വളരെ അടുത്ത റിലേഷൻഷിപ്സിനെ എല്ലാം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം.